ഹായ് ഹലോ. ഇന്ന് നമ്മൾ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഓഡിറ്റിങ്ങിൻ്റെ 9th ലെക്ചറാണ് കേൾക്കാൻ പോകുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഗോയിങ് കൺസേൺ പാരയാണ്. ഈ ഗോയിങ് കൺസേൺ പാര, അതായത് നമ്മൾ KAM പാര പഠിച്ചു, EOM പാര പഠിച്ചു, OM പാര പഠിച്ചു. അതുപോലെ തന്നെ ഒരു പാരയാണ് ഓഡിറ്റ് റിപ്പോർട്ടിലെ ഒരു പാരഗ്രാഫാണ് ഈ പറയുന്ന ഗോയിങ് കൺസേൺ പാര. ഇത് നമ്മൾ എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ മെറ്റീരിയൽ അൺസർട്ടനിറ്റി ഉള്ള സാഹചര്യത്തിലാണ് എന്തിനെക്കുറിച്ച് ഗോയിങ് കൺസേൺ എന്താണെന്ന് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതൊരു ബേസിക് അക്കൗണ്ടിങ് അസംഷനാണ്. ഓക്കെ, നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോകും എന്നാണ് മാനേജ്മെൻറ്റ് അങ്ങനെ കൺസിഡർ ചെയ്താണ് ഈ ബാലൻസ് ഷീറ്റും P&L ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. അല്ലാണ്ട് അടച്ചുപൂട്ടി പോകും ഏറ്റവും പെട്ടെന്ന് വിചാരിച്ചല്ലല്ലോ ഒരാളൊരു ബിസിനസ് തുടങ്ങുന്നത്. അപ്പോൾ അതാണ് ഈ ഗോയിങ് കൺസേൺ പാര കൊണ്ട് ഗോയിങ് കൺസേൺ എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഈ പാരയിൽ നമ്മൾ മെറ്റീരിയൽ അൺസർട്ടനിറ്റി ഉള്ളപ്പോഴാണ് നമ്മൾ, അതായത് ഓഡിറ്റർ എന്തെങ്കിലും ഒരു കമൻറ്റ് എഴുതുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. While performing audit, auditor may face various possibilities relating to going concern. പല പോസിബിലിറ്റീസ് ഫേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഗോയിങ് കൺസേൺ അസംഷൻ ഇസ് അപ്രോപ്രിയേറ്റ്. ഇതൊരു അസംഷനാണ് അല്ലേ, നമ്മൾ അങ്ങനെ വിചാരിക്കുന്നു മുന്നോട്ട് പോകും ബിസിനസ് എന്ന്. അത് അപ്രോപ്രിയേറ്റ് ആണ് എന്നുള്ള ഒരു സാഹചര്യം, ദാറ്റ് ഇസ് കറക്റ്റ് എന്ന് ഓഡിറ്റർക്ക് ഓഡിറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നു. ഓക്കെ, ദാറ്റ് ഇസ് വൺ സിറ്റുവേഷൻ. Another situation, there is a material uncertainty related to going concern assumption. മാനേജ്മെൻറ്റ് അസ്യൂം ചെയ്യുന്നു ഇത് മുന്നോട്ട് പോകുമെന്ന്. പക്ഷെ ഓഡിറ്റർ ഓഡിറ്റ് ചെയ്യുമ്പോൾ ഓഡിറ്ററിന് മനസ്സിലാകുന്നത് ഒരു മെറ്റീരിയൽ അൺസർട്ടനിറ്റി ഇതിനോട് റിലേറ്റഡ് ആയിട്ടുണ്ട്. അതായത് 50-50 ചാൻസസ്, 50% ചാൻസ് മുന്നോട്ട് പോകും, അല്ലെങ്കിൽ 50% ചാൻസ് ചിലപ്പോൾ ഈ ബിസിനസ് ഷട്ട് ഡൗൺ ചെയ്തു പോകാൻ ചാൻസ് ഉണ്ട് എന്ന് ആണ് മനസ്സിലാക്കുന്നത്. അതിനാണ് മെറ്റീരിയൽ അൺസർട്ടനിറ്റി. മുന്നോട്ട് പോവോ പിന്നോട്ട് പോവോ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അതാണ് സെക്കൻഡ് സിറ്റുവേഷൻ. ഇനി തേർഡ് സിറ്റുവേഷൻ, ഗോയിങ് കൺസേൺ അസംഷൻ ഈസ് ഇൻഅപ്രോപ്രിയേറ്റ്. അതായത് മുന്നോട്ട് പോകില്ല എന്ന് പറയാണ്. ഈ അസംഷൻ പാടേ തെറ്റാണ് എന്നുള്ള 3 സാഹചര്യങ്ങളാണ് ഒരു ഓഡിറ്റർ മനസ്സിലാക്കുന്നത് ഓഡിറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇത് ഓരോന്നും നമ്മൾ, അതായത് ഓഡിറ്റർ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യും, മാനേജ്മെൻറ്റ് എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യും എന്നുള്ള പോലെയാണ് ഓഡിറ്ററുടെ ഹാൻഡിലിംഗ് അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. മാനേജ്മെൻറ്റ് എങ്ങനെയാണ് എങ്ങനെ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു, എന്ത് അപ്രോച്ചാണ് മാനേജ്മെൻറ്റ് എടുക്കുന്നത്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓഡിറ്ററിൻ്റെ അപ്രോച്ചും. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ഗോയിങ് കൺസേൺ അസംഷൻ അപ്രോപ്രിയേറ്റ് ആണ്, അത് കറക്റ്റാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡിസ്ക്ലോഷറും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ ചില ആൾക്കാർക്ക് ഡയറി എഴുതുന്ന ഒരു സ്വഭാവം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഡയറി എഴുതുമ്പോൾ നമ്മുടെ ഓരോ ദിവസങ്ങളിലും നമ്മൾ വിചാരിക്കാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, നമ്മുടെ ഒരു പഴയ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യണം, അത് നമ്മൾ ഡയറിയിൽ എഴുതുന്നു. എന്തെങ്കിലും ഒരു സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ കാര്യങ്ങളല്ലേ നമ്മൾ ഡയറിയിൽ എഴുതുന്നത്. അല്ലാതെ ദിവസവും രാവിലെ എണീറ്റ് ഡയറി എടുത്ത് ഞാൻ ഇന്ന് രാവിലെ എണീറ്റു, മുഖം കഴുകി, പല്ല് തേച്ചു, ചായ കുടിച്ചു, അങ്ങനെ നമ്മൾ എല്ലാ ദിവസവും എഴുതുമോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ ഈ ഗോയിങ് കൺസേൺ അസംഷൻ എന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി ഇറ്റ് ഇസ് അസ്യൂംഡ്, ബിസിനസ് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ചിന്തിച്ചിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ പോകും, അത് കറക്റ്റാണ് എന്നുണ്ടെങ്കിൽ നമ്മളത് എടുത്തു പറയണോ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അത് ഉദ്ദേശിച്ചാണല്ലോ നമ്മൾ ബിസിനസ് തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് ഡിസ്ക്ലോഷറിൻ്റെ ആവശ്യമില്ല. മുന്നോട്ട് പോവില്ല എന്ന് വരുമ്പോൾ മാത്രമല്ലേ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ടൂ. എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് വിപരീതമായി വരുമ്പോൾ, അല്ലെങ്കിൽ വേറെ എന്തോ പുതിയൊരു സർപ്രൈസ് ഉണ്ടാകുമ്പോൾ ആണല്ലോ നമ്മൾ ആ കാര്യം നോട്ട് ചെയ്യുന്നത്. അതിൻ്റെ ആവശ്യമേ ഇല്ല. അതുകൊണ്ട് ഡിസ്ക്ലോഷറിൻ്റെ ആവശ്യം ഇല്ല. ഇഫ് ഗോയിങ് കൺസേൺ അസംഷൻ ഇസ് അപ്രോപ്രിയേറ്റ്, നോ ഡിസ്ക്ലോഷേഴ്സ് ആർ റിക്വയർഡ്. മാനേജ്മെൻറ്റ് സൈഡിൽ നിന്നും വേണ്ട, അതിനെക്കുറിച്ച് ഒരു കമൻറ്റും ഓഡിറ്ററും പറയേണ്ട ആവശ്യം ഇല്ല. അടുത്ത സാഹചര്യം ഞാൻ പറഞ്ഞു, മെറ്റീരിയൽ അൺസർട്ടനിറ്റി ഉണ്ട്. ചിലപ്പോൾ മുന്നോട്ട് പോവാം, ചിലപ്പോൾ പിന്നോട്ട് പോവാം, ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ സാഹചര്യത്തിൽ മാനേജ്മെൻറ്റ് തന്നെ 2 ആറ്റിറ്റ്യൂഡ് എടുക്കാം. ഒന്ന്, മാനേജ്മെൻറ്റ് തന്നെ പറയുകയാണ് അൺസർട്ടനിറ്റി ഉണ്ട് എന്ന്.
പക്ഷേ മാനേജ്മെൻറ്റ് പറയുകയാണ് അൺസർട്ടിനിറ്റി ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, നമുക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും നമുക്ക് വലിയൊരു ഓർഡർ ഈ അടുത്ത് തന്നെ വരാനുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ സിറ്റുവേഷനൊക്കെ മാറും, ഞങ്ങൾക്ക് ഇത് അതിജീവിക്കാൻ പറ്റും, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്ന് മാനേജ്മെൻറ്റിന് ഒരു ക്ലിയർ പ്ലാൻ ഉണ്ട്. അത് മാനേജ്മെൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതാണ് ഒരു സിറ്റുവേഷൻ. നമുക്ക് നോക്കാം. ഓക്കെ, വെൻ ദർ ഇസ് മെറ്റീരിയൽ അൺസർട്ടിനിറ്റി റിലേറ്റഡ് ടു ഗോയിങ് കൺസേൺ, മാനേജ്മെൻറ്റ് മേ പ്രൊവൈഡ് ആഡിക്വറ്റ് ഡിസ്ക്ലോഷർ. മാനേജ്മെൻറ്റ് തന്നെ പറയുന്നുണ്ട് പ്രശ്നമുണ്ടെന്ന്. ആൻഡ് ക്ലിയർലി എക്സ്പ്ലെയിൻ വാട്ട് പ്ലാൻസ് ദേ ഹാവ് ടു ഓവർകം ദ സിറ്റുവേഷൻ. ഈ സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ അവർക്ക് ഓൾറെഡി കുറച്ച് പ്ലാൻസ് ഉണ്ട് എന്ന് പറയുകയാണ്. അടുത്തത്, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ മാനേജ്മെൻറ്റ് ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഓഡിറ്ററിൻ്റെ റോൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോണത്. ഇത് ഓൾറെഡി ഡിസ്ക്ലോസ് ചെയ്ത സ്ഥിതിക്ക് ഓഡിറ്ററിൻ്റെ ഒപ്പീനിയനിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഓഡിറ്ററിൻ്റെ ഒപ്പീനിയനെ ഇത് എഫക്റ്റ് ചെയ്യുന്നില്ല, അല്ലേ? മാനേജ്മെൻറ്റ് തന്നെ അത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഒപ്പീനിയനിൽ മാറ്റങ്ങളൊന്നും വരാനില്ല, ഒരു ഇമ്പാക്റ്റും ഇല്ല. പക്ഷേ ഓഡിറ്റർ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഗോയിങ് കൺസേൺ പാര എന്ന് പറയുന്ന ഒരു പാരയുണ്ട്. ആ പാരയിൽ ഇത് ഡിസ്ക്ലോസ് ചെയ്യണം. എപ്പോൾ അൺസർട്ടിനിറ്റി ഉണ്ട്, മാനേജ്മെൻറ്റ് അത് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഓഡിറ്റർ അത് ഒന്നുകൂടി എടുത്തു പറയുകയാണ്. അതായത് യൂസേഴ്സിൻ്റെ ശ്രദ്ധ അതിലേക്ക് വരാൻ വേണ്ടി ഒന്നുകൂടി എടുത്ത് പറയുകയാണ്. ഏത് പാരയിൽ? ഗോയിങ് കൺസേൺ പാരയിൽ. ഈ ഒരൊറ്റ സിറ്റുവേഷനിൽ മാത്രമാണ് ഗോയിങ് കൺസേൺ പാര ഓഡിറ്റർ യൂസ് ചെയ്യുന്നത്, അതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിൽ വെച്ചോളുക. ഇത് ഒരു MCQന് ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. ബാക്കി ഒരു കാര്യത്തിലും പറയില്ല. അതായത് സിറ്റുവേഷൻ എന്താണ്? ഒരു മെറ്റീരിയൽ അൺസർട്ടിനിറ്റി ഉണ്ട് റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേൺ. മാനേജ്മെൻറ്റ് അത് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്. മാനേജ്മെൻറ്റിന് അതിനൊരു പ്രത്യേക പ്ലാൻസ് ഉണ്ട്, അതെങ്ങനെ ഓവർകം ചെയ്യുമെന്ന് അതും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ സാഹചര്യത്തിൽ മാത്രമേ ഓഡിറ്റർ ഗോയിങ് കൺസേൺ പാര യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, പിന്നെ ഇതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, അല്ലേ? ഇറ്റ് ഈസ് എ സിഗ്നിഫിക്കൻറ്റ് മാറ്റർ. അപ്പോൾ നമ്മൾ KAM ആപ്ലിക്കബിൾ ആണെങ്കിൽ, അതായത് അതൊരു ലിസ്റ്റഡ് എൻറ്റിറ്റി ആണെങ്കിൽ നമ്മൾ KAMൽ അത് പറയും. ഇനി KAM ആപ്ലിക്കബിൾ അല്ല, അതായത് ലിസ്റ്റഡ് എൻറ്റിറ്റി അല്ല എങ്കിൽ നമ്മൾ അത് EOMൽ പറയും. കാരണം അത് EOMൻ്റെ 4 കണ്ടീഷനും സാറ്റിസ്ഫൈ ഉണ്ട്. ഒപ്പീനിയനിൽ ഒന്നും മാറ്റങ്ങൾ വരുന്നില്ല. ഇതൊരു KAM റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു മാറ്റർ അല്ല, അതായത് KAM ആപ്ലിക്കബിൾ അല്ല. പിന്നെ എല്ലാ കണ്ടീഷൻസും, EOMൻ്റെ എല്ലാ കണ്ടീഷനും ഇത് സാറ്റിസ്ഫൈ ചെയ്യും. ഞാൻ മുന്നേയുള്ള വീഡിയോയിൽ 4 കണ്ടീഷൻസ് പറയുന്നുണ്ട്, മുന്നേയുള്ള വീഡിയോ റെഫർ ചെയ്യുക. അപ്പോൾ അത് കുറേ കൂടി ക്ലാരിറ്റി ഉണ്ടാവും. അപ്പോൾ ആ 4 കണ്ടീഷൻസും EOM ഈ മാറ്റർ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് EOM പാരയിലും ഈ കാര്യം അറിയിക്കാം. ഓക്കെ, അപ്പോൾ ആ സിറ്റുവേഷൻ ക്ലിയറായി, എന്ത് സ്റ്റെപ്സാണ് ഓഡിറ്റർ എടുക്കേണ്ടത് എന്നുള്ളത്. ഇനി സെയിം തിങ്, ഇതേ കണ്ടീഷൻ അൺസർട്ടിനിറ്റീസ് ഉണ്ട് റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേൺ, പക്ഷേ മാനേജ്മെൻറ്റ് അത് ഡിസ്ക്ലോസ് ചെയ്യാൻ തയ്യാറല്ല. മാനേജ്മെൻറ്റ് പറയുന്നത് അത് അവരെ വല്ലാതെ ബാധിക്കും, അവർ ഭയങ്കര ഈഗോയിസ്റ്റിക്കാണ്. അവർ പറയും ഈ കാര്യമൊന്നും പുറത്ത് പറയാൻ ഞങ്ങൾക്ക് നാണക്കേടാണ്, ഞങ്ങളുടെ അടച്ചുപൂട്ടും എന്നൊക്കെയുള്ളത് ഞങ്ങൾ പറയില്ല എന്ന് മാനേജ്മെൻറ്റ് റിഫ്യൂസ് ചെയ്യുകയാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പറയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അല്ലേ? ഒരു സാധനം ഹൈഡ് ചെയ്തിരിക്കുകയാണ്, മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അത് റെക്ടിഫൈ ചെയ്യാൻ മാനേജ്മെൻറ്റ് തയ്യാറല്ല. അതിന് സഫീഷ്യൻ്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് ഓഡിറ്ററിൻ്റെ കയ്യിലുണ്ട്. ഓഡിറ്റ് ചെയ്തപ്പോൾ ഓഡിറ്റർക്ക് മനസ്സിലായിട്ടുണ്ട് അവിടെ മെറ്റീരിയൽ അൺസർട്ടിനിറ്റി ഉണ്ട് എന്ന്. അപ്പോൾ മാനേജ്മെൻറ്റിനോട് റെക്ടിഫൈ ചെയ്യാൻ പറയുമ്പോൾ മാനേജ്മെൻറ്റ് അത് റിഫ്യൂസ് ചെയ്യാണ്. അൺകറക്റ്റഡ് മിസ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട് ഇതിനകത്ത് വിത്ത് സഫീഷ്യൻ്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ്, അല്ലേ? അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് മെറ്റീരിയൽ ബട്ട് നോട്ട് പെർവേസീവ് ആണെങ്കിൽ നമ്മൾ ക്വാളിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കും. മെറ്റീരിയൽ ആൻഡ് പെർവേസീവ് ആണെങ്കിൽ നമ്മൾ അഡ്വേഴ്സ് ഒപ്പീനിയൻ കൊടുക്കും. അത് നമ്മൾ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പല ലെക്ചറുകളിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് ചെയ്യുക. അതായത് റോൾ ഓഫ് ഓഡിറ്റർ എന്താണ്? ഹി ഹാസ് ഒബ്റ്റെയിൻ സഫീഷ്യൻ്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് വൈൽ പെർഫോമിംഗ് ഓഡിറ്റ്, ബട്ട് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് നോട്ട് റെക്ടിഫൈഡ്. അൺകറക്റ്റഡ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഹി ക്യാൻ ഗിവ് എ ക്വാളിഫൈഡ് ഒപ്പീനിയൻ ഓർ ആൻ അഡ്വേഴ്സ് ഒപ്പീനിയൻ ആസ് പെർ SA 705. ഏതെങ്കിലും ഒന്ന് കൊടുക്കാം, ഡിപ്പെൻഡിങ് ഓൺ മെറ്റീരിയൽ ആൻഡ് നോട്ട് പെർവേസീവ് ഓർ മെറ്റീരിയൽ ആൻഡ് പെർവേസീവ്. ഓക്കെ,
അതാണ് ഒരു സിറ്റുവേഷൻ. ഇതിൽ നമ്മൾ ഡിസ്ക്ലോഷേഴ്സിനെ കുറിച്ചൊന്നും നമ്മൾ പറയുന്നില്ല, കാരണം ഇത് കറക്റ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അടുത്തത് അസംഷൻ ഇൻഅപ്രോപ്രിയേറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇത് ഒരിക്കലും മുന്നോട്ട് പോകില്ല എന്ന് ഉറപ്പാണ്. അങ്ങനത്തെ സാഹചര്യത്തിൽ മാനേജ്മെൻറ്റ് തന്നെ അത് മനസ്സിലാക്കി, അവരത് ആക്സെപ്റ്റ് ചെയ്തു. അവരെന്ത് ചെയ്യുവാണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ അഡ്ജസ്റ്റ് ചെയ്യുവാണ്. എന്നിട്ട് ലിക്വിഡേഷൻ അക്കൗണ്ട്സ്, ലിക്വിഡേഷൻ ആവുകയാണ്, ക്ലോസ് ഡൗൺ ചെയ്യാൻ പോവുക, അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുവാണ്. പ്രിപ്പയർ ചെയ്യും, ലിക്വിഡേഷനുള്ള അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ ഈ മാനേജ്മെൻറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് എന്തായാലും ഇപ്പോൾ ഷട്ട് ഡൗൺ ചെയ്യും. ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ നമ്മൾ ഈ ബാലൻസ് ഷീറ്റും സാധാരണ നമ്മൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിലൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത്. പക്ഷേ ഇത് അതുപോലെ സ്റ്റോക്ക്, നെറ്റ് റിയലൈസബിൾ കോസ്റ്റ് ഓർ NRV വിച്ച് എവർ ഇസ് ലോവർ, അങ്ങനെയാണ് നമ്മൾ നോർമൽ കണ്ടീഷനിൽ സ്റ്റോക്കിനെ വാല്യൂ കാണിക്കുന്നത്. പക്ഷേ ഇത് അടച്ചു പൂട്ടും എന്ന് ഉറപ്പായി കഴിഞ്ഞു, മാനേജ്മെൻറ്റിന് അത് ബോധ്യമായി. അങ്ങനത്തെ കേസിൽ മാനേജ്മെൻറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ചെയ്യുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്താണ്? ഈ ഐറ്റംസ് എല്ലാം തന്നെ, ഫിനാൻഷ്യൽ ഐറ്റംസിനെ എല്ലാം തന്നെ നെറ്റ് റിയലൈസബിൾ വാല്യൂവിലേക്ക് കൊണ്ടുവരികയാണ്. അതായത് ഇപ്പോൾ നമ്മളത് വിറ്റാൽ എന്ത് വില കിട്ടും എന്നുള്ള, അതായത് ഹിസ്റ്റോറിക്കലല്ല, നെറ്റ് റിയലൈസബിൾ വാല്യൂ ഓർ കോസ്റ്റ് വിച്ച് എവർ ഇസ് ലോവർ ഒന്നുമല്ല, നെറ്റ് റിയലൈസബിൾ വാല്യൂ തന്നെയാണ്. അതായത് ഇപ്പോൾ ഈ സ്റ്റോക്കെല്ലാം വിറ്റ് തീർത്ത് അടച്ചു പൂട്ടുവാണെങ്കിൽ എന്ത് വില കിട്ടും, ആ വാല്യൂ ആണ് സ്റ്റോക്കിന് നമ്മൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ കാണിക്കുന്നത്. എല്ലാ ഐറ്റത്തിനെയും നമ്മൾ നെറ്റ് റിയലൈസബിൾ വാല്യൂവിലേക്ക് കൊണ്ടുവരും. അത് മാനേജ്മെൻറ്റ് ആക്സെപ്റ്റ് ചെയ്തു ഇതിനി മുന്നോട്ട് പോവില്ല എന്നുള്ള കേസിൽ. അപ്പോൾ ഓഡിറ്റർ എന്താ ചെയ്യേണ്ടത്? അപ്പോഴും മാനേജ്മെൻറ്റ് അത് ആക്സെപ്റ്റ് ചെയ്ത സ്ഥിതിക്ക് ഓഡിറ്ററിൻ്റെ ഒപ്പീനിയനിൽ മാറ്റങ്ങളൊന്നുമില്ല. പക്ഷെ ഓഡിറ്റർ അത് ഒരു സിഗ്നിഫിക്കൻ്റ് മാറ്ററാണ് അല്ലേ? അപ്പം അതുകൊണ്ട് അതിനെ KAM ആപ്ലിക്കബിൾ ആണെങ്കിൽ, അതായത് ലിസ്റ്റഡ് എൻറ്റിറ്റി ആണെങ്കിൽ അതിനെ KAMൽ കാണിക്കും. KAM ആപ്ലിക്കബിൾ അല്ല എന്നുണ്ടെങ്കിൽ അതിനെ EOMൽ കാണിക്കും. ഇനി അടുത്ത സിറ്റുവേഷൻ ഈ പറഞ്ഞ പോലെ തന്നെ ഗോയിങ് കൺസേൺ അസംഷൻ ഇൻഅപ്രോപ്രിയേറ്റ് ആണ്, ഇത് മുന്നോട്ട് പോവില്ല എന്ന് മാനേജ്മെൻറ്റിനും അറിയാം, ഓഡിറ്ററിനും മനസ്സിലായിട്ടുണ്ട്, എവിഡൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഓഡിറ്റ് ചെയ്തപ്പോൾ. പക്ഷെ മാനേജ്മെൻറ്റ് അത് ഡിസ്ക്ലോസ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല, അവർ തയ്യാറല്ല, അവർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. അവരിപ്പോഴും അത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിലും ഒക്കെ കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്, അവരത് കറക്റ്റ് ചെയ്യില്ല എന്നുള്ള വാശിയിലാണ്. അപ്പോൾ എന്താ, ശരിക്കും സ്റ്റേറ്റ്മെൻറ്റ് ഭയങ്കരമായിട്ട് പെർവേസീവായിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫുള്ളി എഫക്റ്റഡായി അല്ലേ, മൊത്തമായിട്ടും അത് പ്രശ്നമായി. അപ്പോൾ ഓഡിറ്റർ എന്താണ് ചെയ്യേണ്ടത്? ഈ കേസിൽ അയാൾക്ക് ഓഡിറ്ററിന് സഫീഷ്യൻ്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് കിട്ടിയിട്ടുണ്ട് അല്ലേ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ അൺകറക്റ്റഡ് മിസ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട് എന്ന് ഉറപ്പായി. അപ്പോൾ ഇത് മെറ്റീരിയലുമാണ്, പെർവേസീവുമാണ്. അപ്പോൾ ഓഡിറ്റർ എന്താ ചെയ്യേണ്ടത്? ഒരു അഡ്വേഴ്സ് ഒപ്പീനിയനാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഗോയിങ് കൺസേൺ അസംഷനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു വീഡിയോ ആണ്. 1-2 തവണ ഇത് വാച്ച് ചെയ്യുക, നന്നായി മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരൊറ്റ സാഹചര്യത്തിലേ നമ്മൾ ഗോയിങ് കൺസേൺ പാര ഉപയോഗിക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ ഈ KAM EOM ഒക്കെ കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. പക്ഷേ ഗോയിങ് കൺസേൺ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരൊറ്റ സിറ്റുവേഷനാണ്. അത് എപ്പോഴാണ്? മെറ്റീരിയൽ അൺസർട്ടനിറ്റി ഉണ്ട്, മാനേജ്മെൻറ്റ് അത് ആക്സെപ്റ്റ് ചെയ്തു, മാനേജ്മെൻറ്റിന് ഒരു ക്ലിയർ പ്ലാൻ ഉണ്ട് അതെങ്ങനെ ഓവർകം ചെയ്യുമെന്ന്, അതും മാനേജ്മെൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ കണ്ടീഷനിൽ മാത്രം മെറ്റീരിയൽ അൺസർട്ടനിറ്റി ഉള്ള ആ ഒരു സാഹചര്യത്തിൽ മാത്രമാണ് നമ്മൾ ഗോയിങ് കൺസേൺ പാര യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. ഓക്കെ, ഇന്നത്തേക്ക് ഇത്രയും മതി. ഓക്കെ, താങ്ക് യു. എൻ്റെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക.